നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് വരുന്ന ശനിയാഴ്ച 29-ാം തീയതി നമുക്ക് അന്ന് അമാവാസി ദിവസവും ശനിയാഴ്ചയും ശനി മാറ്റത്തിൻ്റെ ദിവസവും കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ദിവസങ്ങളാണ്, 3 കാര്യങ്ങൾ ചേർന്ന് വരുന്നൊരു ദിവസമാണ് അന്ന്. അമാവാസിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അമാവാസി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ശനിയാഴ്ച ശനി മാറ്റവും കൂടെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അത് ഈ 7-2 ശനിയിലേക്കും കണ്ടക ശനിയിലേക്ക് പ്രവേശിക്കുമ്പോഴും ചില ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന 2 അവസ്ഥയും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ ആൾക്കാർക്ക് ഭയങ്കര ദുഃഖം. പല ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ ഈ ശനിമാറ്റത്തിന് ഞങ്ങൾക്ക് 7-ത്തിനും കണ്ടകത്തിലൊക്കെ പോവാണ്, അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം, അതിനെന്തെങ്കിലും പ്രതിവിധിയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചതിന് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ്. നമുക്ക് 7-2 ശനിയിലോട്ടാണോ കണ്ടക ശനിയിലോട്ടാണോ പോകുന്നത്, എങ്ങനെ ശനി ദോഷത്തെ നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയാണ്. ഞാൻ തേജസ് ഫെങ്ഷു ഡയറക്ടറാണ്. വാസ്തുവാണ് മെയിനായിട്ട് നോക്കുന്നത്. വാസ്തുവിനെക്കുറിച്ചോ ജ്യോതിഷത്തെക്കുറിച്ചോ എന്തെങ്കിലും അറിയണമെങ്കിൽ നിന്ന് വിളിച്ചോളൂ. മാത്രമല്ല, നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യും. നമുക്ക് വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര വലിയ ശനിയായിരുന്നാലും അല്ലെങ്കിൽ ജാതകത്തിൽ എത്ര വലിയ ദോഷം ഉണ്ടായിരുന്നാലും നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളായാൽ ആ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുപോകും. കഴിഞ്ഞ 10-27 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളാണ് എങ്കിൽ, കാരണം ഈ വീട് സൂട്ടബിളാക്കണത് എങ്ങനെയാണ്, ഒത്തിരി വീടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളും ഉണ്ട്, ടോട്ടൽ 8 എണ്ണം. ഇതിൽ ഒരു വ്യക്തിക്ക് 4 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ, 4 സ്ഥലങ്ങളിൽ നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അപ്പം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വീട് സൂട്ടബിളാണോ, കാരണം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ടാണോ ആ വീട് ഉള്ളത്. രണ്ടാമത്, നമ്മൾ കിടക്കുന്ന റൂം നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്താണോ, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞിരിക്കുന്ന ഡയറക്ഷൻ നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്ഥലത്തായിട്ടാണോ എന്നൊക്കെ വിശദമായി നോക്കി നമ്മളൊന്ന് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒത്തിരി കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്താ പറയുക, ഒരു മിറാക്കിൾ പോലെയാണ്. പിന്നെ ശനിയൊക്കെ ബാധിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ എഫക്റ്റുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ. ഞാൻ വാസ്തു കാരണം ഒരു മനുഷ്യൻ്റെ തലവര തന്നെ മാറ്റുവാനുള്ള കഴിവ് വാസ്തുവിനുണ്ട്. ഏറ്റവും വലിയൊരു അനുഭവം ഞാനിതിൻ്റെ പുറകെ പറഞ്ഞു തരാം. വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മാർച്ച് മാസം 27-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മീനം 13-ാം തീയതി വ്യാഴാഴ്ചയാണ് നാളത്തെ സൂര്യോദയം രാവിലെ 6:25-നാണ് സൂര്യോദയം, വൈകുന്നേരം 6:28-ന് സൂര്യാസ്തമയമാണ്. രാഹുകാലം 1:55-നും 3:25-നും മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:02-നും 12:24-നും മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:28-നും 12:50-നും മധ്യയാണ്. യമകണ്ഠ സമയം 6:25-നും 7:55-നും മധ്യയാണ്. അതേപോലെ തന്നെ ഗുളികൻ ഉദയം 9:25-നും 10:55-നും മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ചതയം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് കൃഷി പണി ചെയ്യുവാനും അല്ലെങ്കിൽ കൃഷിപ്പണി ചെയ്യുവാനുള്ള മണ്ണൊരുക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. കുഴപ്പമില്ല, എല്ലാ യാത്രയ്ക്കും കാര്യങ്ങൾക്കും വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. മാത്രമല്ല, ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയുടെ ദിവസമാണ് വ്യാഴാഴ്ചത്തെ ദിവസം. കഴിയുമെങ്കിൽ വ്യാഴാഴ്ചത്തെ ദിവസം നമ്മൾ വ്രതമെടുത്ത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ഹനുമാനെയോ ഒക്കെ നമ്മൾ പൂജിക്കുന്നത് ഒക്കെ വളരെ നല്ലതായിരിക്കും. എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തേക്കും പോകുന്നത് അത്യുത്തമമായിരിക്കും. അപ്പം വ്യാഴാഴ്ചത്തെ ദിവസം വളരെ പ്രധാനമായിട്ടുള്ള ദിവസമാണ്, വളരെ നല്ലൊരു ദിവസമാണ്. അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടദോർ ദോഷം, വസുപുഞ്ച ദോഷം,
കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നതിലും വസുപഞ്ചക ദോഷമുണ്ട്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട്. വസുപഞ്ചക ദോഷം എന്നൊക്കെ പറയുന്നത് 5 പേർക്ക് അതിൻ്റെ ദോഷബലങ്ങൾ അനുഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മാർച്ച് മാസം 28-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മീനം 14 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂര്യോദയം രാവിലെ 6:25 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുകാലം 10:55 12:25 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:02 12:24 മധ്യയാണ്. മുഹൂർത്തം 12:28 12:50 മധ്യയാണ്. ഗുളികനുദയം 7:55 9:25 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 3:25 4:55 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂരുരുട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പരിഹാരക്രിയകളൊക്കെ ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരക്രിയകളൊക്കെ, ഇപ്പം എന്തെങ്കിലും നമുക്ക് ആഭിചാര ദോഷങ്ങളോ ഇങ്ങനെയൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരക്രിയയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം. ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസമായതുകൊണ്ട് തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രമൊക്കെ സന്ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. വെള്ളിയാഴ്ചത്തെ ദിവസം വളരെ പവർഫുള്ളായിട്ടുള്ള ദിവസമാണ്. അടുത്ത ദിവസത്തെ അന്നത്തെ മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നതിൽ 2 ദോഷങ്ങളാണുള്ളത്. പിണ്ടനൂർ ദോഷമുണ്ട്, അതേപോലെ തന്നെ വസുപഞ്ചക ദോഷമുണ്ട്. ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിണ്ടനൂർ ദോഷവും വസുപഞ്ചക ദോഷമുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. ഏതായിരുന്നാലും നമുക്ക് ശനിയാഴ്ചത്തേക്കൂടെ ഒന്ന് നോക്കണം. കാരണം ശനിയാഴ്ച വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. അമാവാസിയാണ്, അതേപോലെ തന്നെ ശനിമാറ്റത്തിൻ്റെ ദിവസമാണ്. ഇതൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ അമാവാസി ദിവസം എന്ന് പറയുന്നത് ഈ കൗളാചാരത്തിൽ വരുന്ന ദേവീദേവന്മാരൊക്കെ അത്യുഗ്ര അല്ലെങ്കിൽ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്ന ദിവസമാണത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ വിളിദോഷമൊക്കെ നമ്മളെ ബാധിക്കുന്നത് ഈ കൗളാചാര പ്രകാരമുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം ആർക്കെങ്കിലും ആഭിചാര ദോഷം ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരാൾക്ക് നശിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് റിക്കവർ ചെയ്യാൻ വളരെ പാടാണ്. അപ്പം പല രീതിയിലും പല ആൾക്കാരുമുണ്ട്, പല രീതിയിലും ആഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. കാരണം അതിനകത്ത് ഒത്തിരി ആഭിചാരത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ തന്നെ ആഭിചാരത്തിൽ കഴിവുണ്ട്. ഞാൻ തൊട്ടടുത്ത് ഇന്നലെ ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂരുള്ളൊരു വീട് നോക്കി, പുള്ളി വളരെ വലിയൊരു ഇതൊക്കെ ബിസിനസ്മാനാണ്, വളരെ നല്ല ഹൈഫൈ ആയിട്ട് നിന്നൊരു കഴിഞ്ഞൊരു 4 വർഷത്തിന് ശേഷം പുള്ളി പാടെ അങ്ങ് വീണുപോയി. കാരണം ആഭിചാരദോഷം എന്ന് പറയുന്നത് പുള്ളിയുടെ കൂടെ നിന്ന ആൾ തന്നെയാണ് പുള്ളിക്കിട്ട് ഇത് ചെയ്യുകയും അതനുസരിച്ച് പുള്ളി ഡെവലപ്പ് ചെയ്തു പോവുകയും ഇദ്ദേഹം അതിനുശേഷം അധപ്പതനത്തിൻ്റെ പാത ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ആഭിചാരം ക്രിയ ചെയ്യുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ്. രാവിലെ ആഭിചാരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിനൊക്കെ തെറ്റിദ്ധരിക്കണ്ട. രാവിലെ നമ്മളൊരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി പോകുമ്പോൾ ആ വീടിൻ്റെ ഇമാജിൻ ചെയ്യുക, വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കോഴിയുടെ തലയിരിപ്പുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. അതിൽ കുറച്ച് കുങ്കുമം ഒക്കെ വച്ചിട്ട് വീടിൻ്റെ മുന്നിൽ ഒരു ഇലയോട് ഇരിക്കുന്ന കണ്ടാൽ എന്തു ചെയ്യും? നമ്മൾ രാവിലെ ഇത് കാണുകയും ഭയന്നു അല്ലേ? നമുക്കതിൽ ആരോ എന്തോ പണി തന്നു. എന്നെ അറിയാമെന്നുള്ളവരൊക്കെ എന്നെ വിളിച്ചു ചോദിക്കും, സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് ചോദിക്കും. ശരി, അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അത് ആഭിചാരക്രിയ നമുക്ക് മനസ്സിലായേ? അങ്ങനെ നമുക്ക് വന്നിട്ടില്ല. പകരം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു 5 രൂപയോ ഒരു 10 രൂപയുടെ ഒരു നാണയം അവിടെ കിടന്നു വെച്ച് നിങ്ങളെന്ത് ചെയ്യും? ഉയ്യോ, രാവിലത്തെ കണി കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ആ നാണയം എടുക്കല്ലേ. നാണയം എടുത്ത് എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? നമ്മുടെ കബോർഡിനകത്ത്, നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് കൊണ്ടിടും. ഈ കോഴിയുടെ തലയിലും ഈ നാണയത്തിലും ഒരേ രീതിയിലുള്ള ആഭിചാരം ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് നമ്മളെ ഗ്രാജുവലി നശിപ്പിച്ച് കൊണ്ടുപോകും. അതാണ് ഈ ആഭിചാര ദോഷങ്ങളെന്ന് പറയുന്നത്. ഈ ആഭിചാര ദോഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ സ്വന്തമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അമാവാസി ദിവസം. അതിൽ നമ്മൾ നേരത്തെ ഞാൻ എപ്പോഴും പറയാറുള്ളവരാണ്, നമുക്ക് അനാവശ്യം കുറച്ച് വേറൊന്നുമില്ല. കുറച്ച് കല്ലുപ്പ് വേണം, കടുക് വേണം, കുറച്ച് ഉണങ്ങിയ മുളക്, വറ്റൽ മുളകെന്ന് ഇവിടെയൊക്കെ പറയും, ഉണക്ക മുളക് കുറച്ച് വേണം. നമ്മൾ ആ മുളകും ഇതെല്ലാം ഈ കടുകും കല്ലുപ്പും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം ഒരു പിടി
മുളകും ഉപ്പും കടുകും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ആർക്കാണോ, ഇപ്പം ഭാര്യ ഭർത്താവിന് ഒഴിഞ്ഞു കൊടുക്കാം, ഭർത്താവിന് ഭാര്യയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കാം, കുട്ടികൾക്ക് ഒഴിഞ്ഞു കൊടുക്കാം, അങ്ങനെ ഉണ്ട് നമുക്ക് ചെയ്യാം. ഒഴിയുമ്പോൾ ഒരു സ്റ്റൂളിലോ കസേരയിലോ ഇരുത്തിയതിന് ശേഷം പാദം പൊക്കി വെച്ചിട്ട് നമ്മൾ ഒഴിയുക. ആദ്യം 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒഴിയുക, പിന്നെ 3 പ്രാവശ്യം ക്ലോക്ക് വൈസിൽ ഒഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു തീ അല്പം കൂട്ടി, തെക്ക് ഭാഗത്ത് ഇപ്പം വിദേശത്തുള്ള ആൾക്കാരുടെ ബാൽക്കണിയിൽ ഒരു ചെറിയ ചട്ടിക്കകത്ത് തീ കൂട്ടാൻ പറ്റും, ആ പുറത്താണ്. അപ്പോൾ ആ തീ കൂട്ടിയതിന് ശേഷം ഇത് ആ തീയിലിട്ട് കത്തിക്കുക. അങ്ങനെ ഒരാൾക്ക് 3 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. 3 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിലും 3 പ്രാവശ്യം ക്ലോക്ക് വൈസിലുമാണ് നമ്മളിത് ഒഴിയേണ്ടത്. അത്രയും പവർഫുള്ളാണ്. നമ്മുടെ ഓറയെ ബാധിച്ചിട്ടുള്ള സകലമാന കാര്യങ്ങളും അതിൽ നിന്ന് മാറിക്കിട്ടും. അത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ദിവസമാണ് ഈ പറയുന്ന ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച അമാവാസി ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞ ആഭിചാരം വീടിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന് ആഭിചാരം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ വീട്ടിൽ അടിച്ചു വാരിയ, അതായത് ഈ വീടൊക്കെ ചപ്പ് ചവറൊക്കെ വീടിനങ്ങ് തൂത്തുവാരുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് ഡസ്റ്റ് കാണുമല്ലോ. ഈ കുറച്ച് ഡസ്റ്റും അതേപോലെ തന്നെ വീടിനെ ഈ ഉപ്പും കടുകും മുളകും വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരു 7 പ്രാവശ്യം ഒഴിഞ്ഞ് ക്ലോക്ക് വൈസിൽ, ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒഴിയേണ്ട, ക്ലോക്ക് വൈസിൽ 7 പ്രാവശ്യം 9 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി കത്തിക്കുക. അതിനകത്ത് ഈ പറഞ്ഞ ഐറ്റത്തിൻ്റെ കൂടെ കുറച്ച് ചപ്പ് ചവറും കൂടെ വേണം. നിങ്ങളുടെ വീട്ടിനകത്തടിച്ചു വാരുന്ന മാറാലയോ അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ഐറ്റം കൂടെ അതിനകത്തുണ്ടെങ്കിൽ വീടിനെ ബാധിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കണ്ണിൽ കൊള്ളേണ്ടത് പുരിയൊത്ത് കൊണ്ടുപോകും. ആ ഒരു രീതി നമ്മൾ മാറ്റിയെടുക്കാം. കാരണം സെയിം ഇതാണ്. നമ്മൾ ഒഴിയുന്നതിൻ്റെ കടുകും കല്ലുപ്പും മുളകും കൂടെ വീടിനകം തൂത്തുവാരി കുറച്ച് ചപ്പ് ചവറുകളും, പറ്റുമെങ്കിൽ പഴയ, അത് വളരെ പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സ് മീൻസ് മറ്റേ നമ്മൾ ഉപയോഗിച്ചിരുന്ന, അതിനെ നമ്മളിവിടെയൊക്കെ കൈക്കടയെന്ന് പറയും. കാരണം വെച്ചാൽ ഈ അടുപ്പൊക്കെ ഈ ചൂടായിരിക്കുന്നതിനൊക്കെ പിടിച്ച് ഇറക്കി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തുണിയുണ്ടല്ലോ, വേസ്റ്റ് തുണി. അപ്പോൾ അങ്ങനെയുള്ള പഴയ വേസ്റ്റായിട്ടുള്ളൊരു തുണിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതാണ് പവറാണ്. ചെയ്തു നോക്കും. ഇതെങ്ങനെ നടക്കും എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാറില്ല. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസാണ്. പലയിടത്തും ചെയ്തപ്പോൾ അതിന് ഫലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അയ്യോ ഒരു തുണി കത്തിച്ചാലും എന്താ, അല്ലെങ്കിൽ ചപ്പ് ചവറ് കത്തിച്ചാലും മുളക് കത്തിച്ചാലും എന്താ, അല്ലെങ്കിൽ കടുക് കത്തിച്ചാലും എന്താ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പല ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. കാരണം 27 വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഫീൽഡിലുള്ളത്. പല വീടുകളിലും ചെന്നിട്ട് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ബാധിക്കുന്ന ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ, ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഇങ്ങനെ മാറ്റാം. വീടിനെ ബാധിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഐറ്റത്തിൻ്റെ കൂടെ കുറച്ച് ചപ്പ് ചവറും കൂടെ ചേർക്കുക. പറ്റുമെങ്കിൽ ഈ കൈക്കിട എന്നൊക്കെ നമ്മൾ പറയും, ഈ തെക്കൻ കേരളത്തിലൊക്കെ കൈക്കിട എന്ന് പറയുന്നത്. കാരണം ഈ കൈ ചൂടാവാതെ അടുപ്പിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചിറക്കുന്ന ആ കരിയൊക്കെ പുരണ്ടിരിക്കുന്ന ആ തുണിയാണ്. അത് ചെറിയൊരു പീസ് എടുത്തിട്ടാലും മതി. അങ്ങനെ ഒന്ന് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ശനിയാഴ്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ ശനിമാറ്റത്തെക്കുറിച്ച് ഒന്നുകൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് അടുത്തേക്ക് പറയാം. ഓക്കെ, നമുക്ക് സ്കിപ്പ് ചെയ്ത് കൊണ്ടു കേട്ടോ. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. ശനിയാഴ്ചത്തെ ദിവസം. ഓക്കെ, 2025 മാർച്ച് മാസം 29-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മീനമാസം 15-ാം തീയതി ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:24 സൂര്യോദയം, വൈകുന്നേരം 6:28 സൂര്യാസ്തമയമാണ്. രാഹുകാലം 9:24 10:54 മധ്യേന. അഭിജിത്ത് മുഹൂർത്തം 12:01 12:24 മധ്യേന. മുഹൂർത്തം 12:28 12:50 മധ്യാണ്. ഗുളികനുദയം 6:24 7:54 മധ്യാണ്. യമകണ്ഠ സമയം 1:54 3:24 മധ്യാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. വിവാഹത്തിനും വ്രതത്തിനും എല്ലാ കാര്യങ്ങൾക്കും ശനിയാഴ്ച അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. വളരെ നല്ലൊരു ദിവസമായിട്ടത് കാണുന്നു. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ചില ദിവസങ്ങളിൽ തലമുടി നഖമൊന്നും വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ശനിയാഴ്ച അതിന് പാടില്ല കേട്ടോ. പറ്റുമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും നോക്കാം. പിണ്ടദോർ ദോഷം, അസുഭഞ്ജ ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ 3 ദോഷങ്ങളാണ് ഈ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയുണ്ടാകുന്നത്. ഒന്ന് വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, അതേപോലെ തന്നെ അകന്നാൾ ദോഷം. ഇത്രയും ദോഷങ്ങളാണ് നമുക്ക് ഈ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ശനി മാറുന്ന സമയമാണ്. ചില ആൾക്കാർക്ക് അവരുടെ ശനിയുടെ ഭാവമാറ്റം വരുമ്പോൾ ചില ആൾക്കാർക്ക് 7-2 ശനിയും ചില ആൾക്കാർക്ക് കണ്ടക ശനിയും വരാറുണ്ട്. നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ ഈ ശനിയൊക്കെ വളരെ ലൈറ്റായിട്ട് നമ്മളെ ബാധിക്കത്തുള്ളൂ. കാരണം ശനിദോഷകാലത്ത് എൻ്റെ 7ാണ്ട ശനിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 29-ാം തീയതി മാറും. ഞാൻ ഫ്രാങ്കായിട്ട് പറയുകയാണ്, ഈ 7ാണ്ട ശനി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് സൂര്യദേവമഠം കുബേരാശ്രമം. എന്തുകൊണ്ടാണ് ചെയ്യാൻ കാരണം, എനിക്ക് ശനി ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയന്നിരുന്നില്ല. ഞാൻ അതിൻ്റേതായ രീതിയിൽ എൻ്റെ വർക്ക് കറക്റ്റായിട്ട് ഞാൻ കൊണ്ടുപോയി. അത് നമ്മൾ എന്തിന് ശനി ഭഗവാനെ നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ ശനി ഭഗവാന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്ത് ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ച് കൊണ്ടുപോയാൽ ശനി ഭഗവാൻ നമുക്ക് തരുന്നതൊന്നും ലൈഫ് ടൈം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ല ഒരിക്കലും. ഇപ്പം നമ്മളിപ്പോൾ ശനി അല്ലാത്ത സമയത്ത് നമ്മളൊരു വസ്തു വാങ്ങിച്ചു എന്ന് വെച്ചോളൂ. ആ വസ്തു വാങ്ങിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ വസ്തു നമ്മൾ വിൽക്കും അല്ലേ. ശനിദോഷകാലത്ത് നിങ്ങളൊരു വസ്തു വാങ്ങിച്ചു നോക്കൂ. ആ വസ്തു നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഉപകാരമായിട്ടേ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ശനി എന്ന് പറയുന്നത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളിവിടെയും ചെയ്യുന്നുണ്ട്. സൂര്യദേവയുടെ കുബേരാശ്രമത്തിലെ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജ നടക്കുന്നതിൻ്റെ ഏറ്റവും വലുത് ശനി ദോഷ പരിഹാരവും കൂടാതെ സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയാണ്. ശനി കലിയുഗത്തിൽ കലി വരുന്നത് പോലെയാണ് ശനി വരുന്നത്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ശനി ഭഗവാനിൽ നമുക്ക് കിട്ടേണ്ട ഗുണങ്ങൾ നമുക്ക് കിട്ടത്തക്ക രീതിയിൽ പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ വരിക. ശനിയാഴ്ച തോറും വന്നു കഴിഞ്ഞാൽ കുബേര പൂജയും കൂടെ ശനിദോഷ പരിഹാരവും നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഈ വിഷ്ണുമായുടെയും ഇതിവിടെയുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളപ്പോൾ ശനി ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ നമുക്ക് കിട്ടൂ. അതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ വേണ്ട. നിങ്ങൾ ഈ ശനിയാഴ്ച ദിവസം പല ആൾക്കാർക്കും ഗുണകരമായും പല ആൾക്കാർക്ക് ദോഷകരമായും വരുന്നുണ്ട്. അത് ദോഷമൊന്നുമല്ല, അത് നമ്മുടെ ഗുണമാണ് എന്ന് പ്രതീക്ഷിച്ച് ഒരു പോസിറ്റീവായിട്ട് ഇരുന്നോളൂ. വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ വേറൊരു കാര്യങ്ങൾ ഞാൻ പറയാൻ ഒത്തിരി നീണ്ടുപോയി. അതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു കാര്യം, നമ്മൾ ഇവിടെ ഈ യോഗ ആൻഡ് മെഡിറ്റേഷൻ അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എല്ലാം മെൻ്റലിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടിയും ഫിസിക്കലിയുള്ള, അതായത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണത്. നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ ടെലിഗ്രാമിലൊരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നിങ്ങളത് പറ്റുമെങ്കിൽ അതിലോട്ട് കയറി ജോയിൻ ചെയ്തോളൂ. നമുക്ക് അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട്, ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തോളൂ. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. ഏതായിരുന്നാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.